ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദബുൽ മുഫ്രദിൽ സഹീഹായ സനദോടുകൂടി ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം. മഅഖൽ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പോയി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അബൂബക്കർ ലശ്ശിർകു ഫീകും അഖ്ഫാ മിൻ ദബീബിൻ നമൽ. അബൂബക്കർ, ശിർക്ക് നിങ്ങളുടെ ഇടയിൽ ഒരു ഉറുമ്പ് അരിക്കുന്നതിനേക്കാളും രഹസ്യമായിക്കൊണ്ട് അതിനേക്കാൾ മറഞ്ഞ നിലക്ക് അരിച്ചു വരും എന്ന് പറഞ്ഞു. നിങ്ങളുടെ അമലുകളിലേക്ക് ശിർക്ക് ഒരു ഉറുമ്പ് നടക്കുന്നതിനേക്കാൾ സൂക്ഷ്മമായ രൂപത്തിൽ കടന്നു കയറുന്നു. ഒരു ഉറുമ്പ് നടന്നു പോകുന്നത് നമ്മൾ കാണും? ഒരിക്കലുമില്ല. നമുക്ക് അടിച്ചാൽ മാത്രമേ നമ്മൾ ഉറുമ്പിനെ കാണുകയുള്ളൂ. കണ്ണുകൊണ്ട് നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കാത്തൊരു ജീവിയാണ്. അതിനേക്കാൾ സൂക്ഷ്മമായി, അഖ്ഫ, അതിനേക്കാൾ സൂക്ഷ്മമായിട്ട് എന്നാൽ പറഞ്ഞു, നിങ്ങൾ ചിന്തിക്കാത്ത സന്ദർഭത്തിൽ, നിങ്ങൾ ഒരിക്കലും വിചാരിക്കാത്ത വഴികളിലൂടെ ശിർക്ക് നിങ്ങളിലേക്ക് കടന്നു വരും എന്ന് പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നോക്കൂ, നിങ്ങൾ സ്വഹാബത്തിന്റെ പ്രത്യേകത അതാണ്, അവരുടെ അടുത്ത് മുജാമലത്തില്ല, അവരുടെ അടുത്ത് ജാടകളില്ല, അവരുടെ മനസ്സിലുള്ളത് അവർ തുറന്നു പറയും. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അതുവരെയുള്ള ധാരണ ശിർക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയിട്ടുള്ള എന്താണ്? അദ്ദേഹം തുറന്നു പറഞ്ഞു, വഹൽ ശിർകു ഇല്ലാ മൻ ജഅല മഅല്ലാഹി ഇലാഹൻ ആഖർ. അല്ലാഹുവിന് പുറമെ വേറൊരു ഇലാഹിനെ സ്വീകരിക്കുക, അതല്ലേ ശിർക്ക് എന്ന് പറയുന്നത്? ശിർക്കുൻ അക്ബർ, അതല്ലേ ശിർക്ക് എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദി നഫ്സി ബിയദി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണ്, അഥവാ അല്ലാഹുവാണ്, അവനാണ് സത്യം, ലശ്ശിർകു അഖ്ഫാ മിൻ ദബീബിൻ നമൽ, ഒരു ഉറുമ്പ് അരിക്കുന്നതിനേക്കാൾ സൂക്ഷ്മമായിരിക്കും ശിർക്ക്. അല അദുല്ലുക അലാ ഷൈഇൻ, എന്നിട്ട് പറഞ്ഞു കൊടുക്കുക, അല്ല ഇത്ര വലിയ ഗൗരവമുണ്ട്, അപകടമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തുകയല്ല, പരിഹാരം പറഞ്ഞു കൊടുക്കുക. ഞാൻ നിനക്കൊരു മാർഗം പറഞ്ഞു തരാം. ഇദാ ഖുൽതഹു, നീ അത് പറഞ്ഞാൽ, ദഹബ അൻക ഖലീലുഹു വകസീറുഹു, ഈ റിയാഇന്റെ, ശിർക്കിന്റെ ചെറുതും വലുതുമായ രൂപങ്ങളൊക്കെ നിന്നെ വിട്ടുപോകും. ഈ വലിയ ലക്ഷ്യം അത് നമുക്ക് നേടാൻ സാധിക്കും. റിയായുടെ ഒരു അംശം പോലും ബാക്കി ഉണ്ടാവുകയില്ല. എന്താണ് ആ ദുആ? ഖുൽ, നീ പറയുക, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലം, അറിഞ്ഞുകൊണ്ട് നിന്നിൽ പങ്കു ചേർക്കുന്നതിനെ തൊട്ട് ഞാൻ അല്ലാഹുവിനോട് കാവൽ തേടുന്നു. ബാഹ്യമായ ശിർക്കിന്റെ രൂപങ്ങൾ അറിഞ്ഞുകൊണ്ട് അത് ചെയ്യുന്നതിനെ തൊട്ട് അല്ലാഹുവേ ഞാൻ നിന്നോട് കാവൽ തേടുന്നു. വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലം, അറിയാതെ സംഭവിക്കുന്ന ശിർക്കിന്റെ രൂപങ്ങൾ, ശിർക്കുൻ അസ്ഗർ, അതിന്റെ തന്നെ സൂക്ഷ്മമായ അവസ്ഥകൾ, അതിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. ഈ ദുആ നീ പ്രാർത്ഥിച്ചാൽ, ദഹബ അൻക ഖലീലുഹു വകസീറുഹു, ശിർക്കിന്റെ ചെറുതും വലുതുമായ എല്ലാ രൂപങ്ങളും നിന്നിൽ നിന്ന് നീങ്ങിപ്പോവുക തന്നെ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ ദുആ നമ്മുടെ പ്രാർത്ഥനകളിൽ പതിവാക്കുക. എപ്പോഴെങ്കിലും ഒരിക്കലല്ല, നമ്മുടെ ഇന്ന് ബാങ്കിന്റെ കാമത്തിന്റെ ഇടയിൽ അല്ലെങ്കിൽ രാത്രിയുടെ അവസാനത്തെ സന്ദർഭത്തിൽ ദുആക്ക് വേണ്ടി ഇരിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ പതിവ് ദുആകളിൽ ഈ ഒരു പ്രാർത്ഥന ഉൾപ്പെടുത്തുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലം വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ